നമസ്കാരം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വെറ്റിനറി സ്റ്റുഡന്റിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ്. ഹോസ്റ്റൽ മുറിയിലെ ദുരൂഹ സാഹചര്യത്തിലായിരുന്നു സിദ്ധാർത്ഥിനെ കണ്ടെത്തുന്നത്. അപ്പോൾ ആ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് കുടുംബം ആരോപിച്ചു. അന്വേഷണം നടത്തിയപ്പോഴാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഒരുപാട് സീനിയേഴ്സിന് പങ്കുണ്ട് എന്നറിഞ്ഞത്. സീനിയേഴ്സ് നിരന്തരമായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും സിദ്ധാർത്ഥിനെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഒരുപാട് പ്രതിഷേധങ്ങളും നല്ല രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു വാർത്തയും കൂടി റിപ്പീറ്റ് ചെയ്തേക്കാണ്. പത്തനംതിട്ട ചുട്ടിപ്പാറയിലുള്ള SME നഴ്സിംഗ് കോളേജിലാണ് സംഭവം ഉണ്ടായത്. നവംബർ 15-ാം തീയതി അവിടുത്തെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിട്ടുള്ള അമ്മു സജീവ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബം ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു. ദുരൂഹതയുണ്ട്, ഒരിക്കലും തൻ്റെ മകൾ അങ്ങനെ ചെയ്യില്ല എന്നാണ് കുടുംബം പറഞ്ഞത്. അതുകൂടാതെ തന്നെ കുടുംബം 3 വിദ്യാർത്ഥിനികളുടെ പേരും കൂടി പറഞ്ഞു. ഈ അമ്മുവിനൊപ്പം തന്നെ പഠിക്കുന്നതാണ്, ഹോസ്റ്റലിൽ താമസിക്കുന്നതാണ്. ആ വിദ്യാർത്ഥിനികൾ അമ്മുവിനെ നിരന്തരമായിട്ട് മാനസികമായിട്ട് ഉപദ്രവിച്ചിരുന്നു, ശാരീരികമായിട്ട് ഉപദ്രവിച്ചിരുന്നു. അപ്പോൾ ഒടുവിൽ ഇപ്പോൾ ആ വിദ്യാർത്ഥിനികളെ കസ്റ്റഡിയിലെടുത്തേക്കാണ്. പത്തനാപുരം കുണ്ടയം സ്വദേശിനി അലീന ദിലീപ്, ചങ്ങനാശ്ശേരി തുരുത്തി സ്വദേശിനി അഷിത, കോട്ടയം അയർക്കുന്നം സ്വദേശിനി അഞ്ജന മധു, പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികൾ. മൂവരിലും ആരോപിക്കപ്പെട്ട കുറ്റം ആത്മഹത്യാ പ്രേരണ. സഹപാഠി അമ്മു കോളേജ് ഹോസ്റ്റലിന്റെ മുകളിൽ നിന്നും വീണു മരിച്ച സംഭവത്തിൽ മൂവരെയും പത്തനംതിട്ട പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ കാണിച്ചിരിക്കുന്നതാണ് ആ 3 വിദ്യാർത്ഥിനികൾ: അഞ്ജന, അക്ഷിത, അലീന. ഇവളുമാര് ജാമ്യാപേക്ഷയൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ കോടതി എന്തോ ഭാഗ്യത്തിന് ജാമ്യം നൽകിയില്ല. കാരണം തെളിവുകൾ നശിപ്പിക്കുമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. ഇവളുമാർക്ക് എന്തിനാണ് ജാമ്യം നൽകേണ്ടത്? ജാമ്യ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇവർക്ക് 22 വയസ്സേ ഉള്ളൂ. ചെറിയ പെൺകുട്ടികളല്ലേ. 22 വയസ്സാണെങ്കിലും അത് തെറ്റ് ചെയ്യാനുള്ള ഒരു മാനദണ്ഡമല്ല. സ്വന്തം ഒപ്പം പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനി, ആ വിദ്യാർത്ഥിനിയുടെ, ആ പെൺകുട്ടിയുടെ ഭാവി ഇല്ലാതാക്കിയിട്ട് ഇവളുമാർക്കും ഭാവി വേണ്ട. ഇവരെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോലും അനുവദിക്കരുത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമ്മുവിനെ ഇവർ മാനസികമായിട്ട് നിരന്തരം ഉപദ്രവിച്ചിരുന്നു, പല കാരണങ്ങൾ പറഞ്ഞ്. അമ്മു വലിയ പ്രതികരണ ശേഷി ഒന്നുമുള്ള ഒരു പെൺകുട്ടി ആയിരുന്നില്ല. പക്ഷെ വീട്ടുകാരോട് നിരന്തരമായിട്ട് അമ്മു കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. വീട്ടുകാർ നിരന്തരമായിട്ട് ഈ കോളേജ് അധികൃതർക്കും കംപ്ലൈന്റ് കൊടുത്തിരുന്നു. പക്ഷെ അവരാരും തന്നെ മൈൻഡ് ചെയ്തില്ല. ജസ്റ്റ് ഒരു മെമ്മോ മാത്രം ഇവർക്ക് കൊടുത്തു. ഇത്തരത്തിലുള്ള സംഭവങ്ങളെയൊക്കെ തന്നെ വളരെ ഗുരുതരമായിട്ട് സമീപിക്കേണ്ടതാണ്. പല കോളേജുകാരും പറയുന്നത് ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. മിക്ക കോളേജിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പലപ്പോഴായിട്ട് സീനിയേഴ്സാണ്, സമപ്രായക്കാരുടെ ഇടയിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ കുറവാണ്. പക്ഷെ സീനിയേഴ്സാണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. ഈ സീനിയേഴ്സ് എന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ വിചാരം എന്താണ്? അവർ 2-3 വർഷം സീനിയേഴ്സ് ആയിരിക്കും. അപ്പൊ അവരുടെ പഠനത്തിലും അവരുടെ കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. പിന്നെ അവർക്ക് ഇടപെടാം. ജൂനിയേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാലോ, അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ അങ്ങനെയുള്ള കാര്യത്തിൽ സീനിയേഴ്സിന് ഇടപെടാം. പക്ഷെ അല്ലാതെ അവരെ ചെന്ന് ഉപദ്രവിക്കാനോ അവരെ ഭരിക്കാനോ കമാൻഡ് ചെയ്യാനോ ഒന്നും ഒരു സീനിയേഴ്സിനും അവകാശമില്ല. മിക്ക സീനിയേഴ്സിന്റെ വിചാരം ജൂനിയേഴ്സിനെ കമാൻഡ് ചെയ്യാനും അവരെ ഭരിക്കാനുമുള്ള അധികാരം അവരുടെ തലയിൽ അങ്ങ് കൊണ്ടുവച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ്. അങ്ങനെ ആർക്കും അധികാരമില്ല. 2-3 വയസ്സിന് മാത്രമല്ല ഡിഫറൻസ് ഉള്ളൂ. ആ പ്രായം എന്ന് പറയുന്നത് ഒന്നുമല്ല. ഇപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കോളേജിൽ അങ്ങനെ റാഗിങ്ങോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഉള്ള കോളേജ് ആയിരുന്നില്ല. പക്ഷെ ഞാൻ ഹോസ്റ്റലിലോട് ചെന്നപ്പോൾ അവിടെ കുറെ സീനിയേഴ്സ് ആയിട്ടുള്ള ചേച്ചിമാരുണ്ട്. ചേച്ചിമാരെന്നല്ല, അവരെ അമ്മച്ചിമാരെന്ന് വിളിക്കണം. കാരണം ആ രീതിയിലുള്ള പത്രാസാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവളുമാർക്ക് കുറെ നിയമങ്ങളുണ്ട്. എപ്പോൾ കണ്ടു കഴിഞ്ഞാലും എഴുന്നേറ്റ് നിൽക്കണം, അവർ പോകുന്ന വഴിയിലൊന്നും ഇരിക്കാൻ പാടില്ല, അവരിരിക്കുന്ന സീറ്റിലിരുന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല. ഈ നിയമങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ അപ്പം തന്നെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. കാര്യമൊക്കെ ശരിയാണ്, എൻ്റെ അടുത്ത് വരണ്ട നിങ്ങളുടെ നിയമം എടുത്തുകൊണ്ടെന്ന്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എൻ്റെ അടുത്ത് പിന്നെ അവരുടെ പരിപാടി കൊണ്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ പ്രതികരിക്കാതിരിക്കുന്ന വിദ്യാർത്ഥിനികളുണ്ടല്ലോ, അധികം പ്രതികരിക്കാതെ ഇവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേട്ട് അനുസരിക്കുന്ന വിദ്യാർത്ഥികൾ, അവരുടെ അടുത്ത് പിന്നെ ഇവർ പരിപ്പണിയും കൊണ്ട് പോകും. എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ കോളേജുകാർ അപ്പം തന്നെ ഇടപെടണം. പിന്നെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ പക്ഷെ കോളേജുകാർ തന്നെ മൗനം പാലിച്ചു. നവംബർ 15-നാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പോഴാണ് ആ വിദ്യാർത്ഥിനികളെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിന് കാര്യം കോളേജുകാർ തന്നെയാണ്. കോളേജുകാർ പലതും മറച്ചു വെച്ചു. ഈ അമ്മുവിൻ്റെ ചേട്ടൻ പറയുന്നത് ജസ്റ്റ് ഹൈറ്റ് കണ്ടു കഴിഞ്ഞാൽ പേടിയുള്ളൊരു കുട്ടിയാണ് ഈ അമ്മു.
അങ്ങനെ പേടിയുള്ള കുട്ടി അത്രയും ഉയരത്തിലുള്ള ഹോസ്റ്റലിന്റെ മുകളിൽ നിന്ന് എങ്ങനെ ചാടിയെന്നാണ് ചേട്ടൻ ചോദിക്കുന്നത്. അതിനകത്ത് പോലും ദുരൂഹതയുണ്ട്. തള്ളിയിട്ടതാണോ എന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല. അങ്ങനത്തെ സാഹചര്യമാണ്. ഇങ്ങനത്തെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ കേസുകൾ വന്നു കഴിഞ്ഞാലും ഇതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റി ഇല്ല, ഇങ്ങനത്തെ കാര്യങ്ങളില്ല, നിയമങ്ങളില്ല, ഒന്നുമില്ല. നിയമങ്ങൾ മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. മിക്ക കോളേജുകളിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ജൂനിയേഴ്സ് ഉണ്ട്. അവരെ അങ്ങ് ഭരിക്കുകയാണ്. അവര് ഒരു കോളേജിലേക്ക് കയറി ചെന്ന് പുതിയ പ്രതീക്ഷയുമായിട്ട് സ്വപ്നങ്ങളുമായിട്ട് ഒരു കോളേജിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരെ നിരന്തരമായിട്ട് പീഡിപ്പിക്കാനും ഉപദ്രവിക്കാനും അവിടെ സീനിയേഴ്സ് നോക്കിയിരിക്കുകയാണ്. വലുതായിട്ട് പ്രതികരിക്കാത്ത വിദ്യാർത്ഥിനികളെ തന്നെ നോക്കി ചൂസ് ചെയ്തിട്ടാണ് അവർ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കുന്നത്. ഇവിടെ പലരും ചോദിക്കും, അങ്ങനെ ഉപദ്രവിച്ചെന്ന് വെച്ചുകൊണ്ട് മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഉടനെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കും. എല്ലാ ആൾക്കാരും ഒരേ മെന്റാലിറ്റിയും മാനസികാവസ്ഥയും ഉള്ളവരല്ല. നമ്മളത് മനസ്സിലാക്കണം. ചിലപ്പോൾ ഇത്രയും ഒരു മെന്റൽ സ്ട്രെസ്സോ പ്രഷറോ താങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരത്തില്ല, തിരിച്ച് പ്രതികരിച്ചെന്ന് വരില്ല. പലരും ഇതങ്ങ് സഹിക്കും. കാരണം ടീച്ചറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അധ്യാപകരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലോ കാര്യമില്ലെന്ന് അവർക്കറിയാം. ഇവരോടൊന്നും ചോദിക്കാൻ അധ്യാപകരും എത്തത്തില്ല. പരാതി പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ പണി അവർക്ക് കിട്ടേണ്ടി വരും. അതുകൊണ്ട് മിണ്ടാതങ്ങിരിക്കും. അങ്ങനെ മിണ്ടാതിരിക്കരുത്. ഒറ്റക്കെട്ടായിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഏത് കൊമ്പത്തെ സീനിയേഴ്സിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കുറച്ച് ധൈര്യം കാണിച്ചാൽ മതി. നമ്മളെക്കാട്ടിൽ ഒരു 2-3 വയസ്സ് മൂത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കയറി ഭരിക്കാനുള്ള ഒരു രീതിയിലുള്ള അർഹതയും അവർക്കില്ല. കോളേജ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, പഠിക്കുക. അല്ലാതെ വരുന്ന വിദ്യാർത്ഥികളെ ഭരിക്കാനുള്ള ഒരു എന്തോ വലിയ സംഭവമാണ് എന്ന് കരുതുന്നവരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുമ്പിൽ എത്തിക്കണം. കോളേജുകാർ അപ്പം തന്നെ പോലീസുകാരെ വിളിക്കണം. അല്ലാതെ കോളേജിന്റെ ഇടയിൽ നിന്ന് തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ നോക്കരുത്. ഇതുപോലെ റാഗിംഗ് ഒക്കെ നടത്തുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥിനികളെ അപ്പം തന്നെ പോലീസിനെ പിടിച്ചങ്ങ് ഏൽപ്പിച്ചേക്കണം. അവരുടെ പ്രായമൊന്നും നോക്കണ്ട.